രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിന്റെ ധൈര്യത്തിലായിരിക്കാം പോലീസ് ആ വീടിന്റെ വാതിലിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തായിരുന്നെങ്കിൽ ആ വീടിന്റെ നിഴൽ പോലും സ്പർശിക്കാൻ പിണറായി വിജയന്റെ പോലീസ് മടിക്കുമായിരുന്നു. എന്നാൽ ഇന്നവർക്ക് എന്തിനും സാധിക്കും. കാരണം അവരുടെ പേടി സ്വപ്നമായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് മാവേലിക്കര സബ് ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് ആ കുടുംബത്തിനെ വേട്ടയാടുകയാണ് കേരള പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് പുലർച്ചെ ഇരച്ചുകയറിയ പോലീസ് പട കാട്ടിയത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടികളെയല്ല. എന്നാൽ പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടത്തിനിടയിലും അധികാരികളുടെ ഗർവിനെ നിശബ്ദത കൊണ്ട് തകർത്തെറിഞ്ഞ ഒരു അമ്മയുണ്ട് അവിടെ. രാഹുൽ വീട്ടിലില്ലാത്ത നേരത്ത് അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയും സഹോദരിയും മാത്രമുണ്ടായിരുന്ന വീട്ടിലേക്കാണ് DYSP അടക്കമുള്ള വൻ പോലീസ് സംഘം അതിക്രമിച്ചു കയറിയത്. ഒരു നോട്ടീസ് പോലും നൽകാതെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുക്കാനെന്ന വ്യാജേന വന്നവർ ലക്ഷ്യം വെച്ചത് പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തന്നെയായിരുന്നു. മുറികൾ അരിച്ചു പെറുക്കിയിട്ടും അലമാരകൾ വലിച്ചു വാരിയിടുകയും വസ്ത്രങ്ങൾ തറയിലിട്ട് ചവിട്ടുകയും ചെയ്ത പോലീസ് ഒരു സാധാരണ പൗരന്റെ സ്വകാര്യതയെയാണ് ചോദ്യം ചെയ്തത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തോൽവി ഭയക്കുന്ന ഭരണകൂടം എതിരാളികളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്താൻ നടത്തിയ ഹീനമായ നീക്കമായിരുന്നു ഇത്. പോലീസുകാർ വീടിനുള്ളിൽ അഴിഞ്ഞാടുമ്പോൾ 10 മിനിറ്റോളം ഒരു വാക്കുപോലും മിണ്ടാതെ അനങ്ങാതെ നിന്ന രാഹുലിന്റെ അമ്മയുടെ ചിത്രം കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ്. പേടിച്ചു പിന്മാറുന്നതിന് പകരം ആ അമ്മ സ്വീകരിച്ച നിലപാട് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമായി മാറി. അധികാരത്തിന്റെ കരുത്ത് കാട്ടി ഒരു സ്ത്രീയെയും പെൺകുട്ടിയെയും ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് ആ നിശബ്ദത വലിയൊരു തിരിച്ചടിയായി. പോലീസ് അവിടെ ഉപേക്ഷിച്ചു പോയത് തകർന്ന അലമാരകൾ മാത്രമല്ല, മറിച്ച് ഈ സർക്കാരിന്റെ അന്തസ്സു കൂടിയാണ്. മണിക്കൂറുകൾ നീണ്ട ഈ നാടകീയ റെയ്ഡിനൊടുവിൽ പിണറായിയുടെ പോലീസിന് അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല എന്നത് വസ്തുതയാണ്. ഒരു പൊടി പോലും കണ്ടെത്താനാവാതെ പടിയിറങ്ങുമ്പോൾ ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പരിഹാസ്യരായി. അഴിമതിക്കാരെയും ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ ഒരംശം പോലും നീതി നടപ്പാക്കാൻ ഈ സർക്കാരിനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം രാഷ്ട്രീയമായി തളർന്നു നിൽക്കുന്ന കപ്പിത്താന്റെ പാർട്ടിക്ക് ഇത്തരം വേട്ടയാടലുകളിലൂടെ അധികാരം നിലനിർത്താമെന്ന് വെറും വ്യാമോഹം മാത്രമാണ്. ഈ സംഭവം കേരളത്തിലെ ഓരോ വോട്ടറും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. സ്വന്തം വീട്ടിൽ ഭയമില്ലാതെ കഴിയാൻ പൗരന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയവർക്ക് ജനവിധിയിലൂടെ തന്നെ മറുപടി ലഭിക്കും. ആ അമ്മയുടെ നിശബ്ദമായ നിൽപ്പ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്.